ദൈവം എന്തിനാണ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്? ക്യാമ്പസുകളിൽ പോയിട്ട് നമ്മൾ ഇതേ ചോദ്യം ചോദിച്ചു. അല്പം കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. കുട്ടികൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു അവർക്ക് അതിനുള്ള ഒരു ഉത്തരം തരുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് കുട്ടികളുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം തന്നെ ഒന്ന് കടന്നു ചെല്ലാം. നമ്മള് ലോകത്തിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും നമുക്കൊരു ബൈനറി കാണാം, സെക്ഷുവൽ ബൈനറി. എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത്? ആണും പെണ്ണുമായിട്ട് തരംതിരിച്ചിരിക്കുന്നത് നമുക്കറിയാം. ആണുങ്ങളും പെണ്ണുങ്ങളും സെക്ഷുവലി ഡിഫറെന്റ് ആണ്, ഫിസിയോളജിക്കലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരാണിന് പാർട്ട്ണറായിട്ട് ഒരു പെണ്ണിനെ കിട്ടിയാൽ അവന്റെ ജീവിതം പൂർണ്ണമായതുപോലെ നമുക്ക് പല സങ്കല്പങ്ങളും കാണാം. ഏതൊരു സ്റ്റോറിക്ക് ഒരു ത്രില്ല് വേണമല്ലോ. ഒരു ത്രില്ലിന് വേണ്ടിയായിരിക്കും രണ്ടായിട്ട് സൃഷ്ടിച്ചത്. ബൈബിൾ അനുസരിച്ചുള്ളത് ഞങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാതെ ആദ്യത്തിനെ സൃഷ്ടിച്ചു, ആദ്യത്തിന് ഒരു കൂട്ടിന് വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചു. കാരണം ഇപ്പൊ ഏത് മേഖലയിൽ നോക്കിയാലും സ്ത്രീയും പുരുഷനും ഒരേപോലെ തന്നെയാണ്. ഇപ്പോ ഒരു പറയുകയാണെങ്കിൽ തന്നെ നമ്മള് ഒരു വേറെ രീതിക്കല്ല, നമ്മളിപ്പോൾ 18 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുക്കാന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ മാറി. അപ്പോൾ മാറ്റങ്ങളുണ്ട്, അപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. ഓഫ്കോഴ്സ് നമ്മുടെ അപ്പിയറൻസിലായാലും സെക്സിന്റെ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും അവർക്കുള്ള ഡ്യൂട്ടീസ് അവരാണ് ചെയ്യേണ്ടതെന്നൊന്നുമില്ല. ഇന്നത്തെ കാലത്തിന്റെ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ പൊതുവെ അങ്ങനെ ചിന്തിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ യൂത്തിനെ സംബന്ധിച്ച് ഇക്വാലിറ്റിയുടെ ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാം കുറേ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഹൃദയം സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സ്നേഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ആർദ്രതയോട് പെരുമാറാൻ പറ്റുന്ന അങ്ങനെ ഒരു ലെവലിൽ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരാണായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ആണുങ്ങൾ ചിലപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാനായിരിക്കാം. അക്കോർഡിംഗ് ടു ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുരുഷൻ ജനിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടോ പുരുഷനാവുന്നില്ല. അവൻ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ട് അവൻ പുരുഷനാണെന്നുള്ള മെന്റാലിറ്റിയിൽ അവൻ ചിന്തിച്ച് ആ തോട്ടിലൂടെ അവൻ പുരുഷനാവുമ്പോഴാണ് പുരുഷനാവണം. പുരുഷത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരുപാട് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പണ്ടത്തെ മലയാളം സിനിമകൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, ഭാര്യയെ അടക്കി വാഴുന്ന പുരുഷൻ, അതാണ് പുരുഷത്വമുള്ളവരും എന്നൊക്കെയാണ്. ഒരു ആണിനെ ഇങ്ങനെ തിരിച്ചറിയണം, അതേപോലത്തെ കുറെ ഫ്യൂച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ സമൂഹം നമ്മളെ ഡിസൈഡ് ചെയ്യും ആണാണോ. പിന്നെ അതുമല്ല നമുക്കറിയാം ആണുങ്ങൾ ചെയ്യേണ്ട കുറച്ച് പണികൾ ഇവിടെ ഉണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എന്താണ് എന്നെ സ്ത്രീ ആക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോഡി തന്നെയാണ് നമ്മൾ ഒരു സ്ത്രീ എന്നുള്ള ഒരു ഇതിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടാവില്ല. അതായത് പീരീഡ്സും അങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇതുണ്ടാവില്ല, അങ്ങനെ കാര്യങ്ങൾ. സ്ത്രീ എന്ന് പറയുമ്പോൾ അമ്മയാണ്. അപ്പം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വേദനയും എല്ലാം അനുഭവിച്ചിരിക്കുന്ന ഒരു അമ്മയാണ്. ഞാനൊരു വുമൺ അല്ലെങ്കിൽ ഒരു ഗേൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഫിസിക്കൽ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. സ്ത്രീയും പുരുഷരും തുല്യരാണെന്നാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ വയറ്റിലൊരു ഗർഭപാത്രം ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീ എന്താണ് സഹനത്തിന്റെ യാതനയുടെയും ഒരു അടയാളമായിട്ട് മാറുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം തന്റെ വചനത്താൽ സ്ത്രീയും പുരുഷനുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്പൊ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ ആ സ്ത്രീത്വം നഷ്ടപ്പെടുത്തിയിട്ടല്ല നമ്മൾ ഈ സന്യാസത്തിലേക്ക് വന്നിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് എന്താ പറയാ, വീട്ടുകാരാണെങ്കിൽ സ്ത്രീകളെ ഒരു ഭാരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെ കല്യാണം കഴിപ്പിച്ചു വിടും. അപ്പൊ അങ്ങനെ ഒരു പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ റോളുകളുണ്ട്. അപ്പൊ അതൊക്കെ നിർവഹിച്ച് അങ്ങനെ പോവാ. പഴയ കാലത്തിനേക്കാളും ഇപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടി പുരോഗമിച്ച് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പഴയ കാലത്ത് വീട്ടിൽ മാത്രം അടങ്ങിയിരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ സെക്ടറിലേക്കും പെണ്ണുങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓരോ മേഖലയിലും പെണ്ണുങ്ങളുണ്ടാവും. ഈ സ്ത്രീത്വം പുരുഷത്വം എന്നൊക്കെ പറയുമ്പോൾ അതെപ്പോഴും സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കുറച്ച് ആശയങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങള് പുരുഷന്മാരായിട്ടുള്ളവർ എന്താ നിങ്ങളുടെ മെയിൽ എക്സ്പീരിയൻസ്? പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലൊരു പുരുഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവന് വീടിന്റെ ഫുൾ ബാധ്യത ആണെന്നാണ് പൊതുവെയുള്ള ഒരു കൺസെപ്റ്റ്. ശരീരം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ മനോഹരമായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നുണ്ടോ? പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്താണ് ശരിക്കും ബോഡി പെയിൻ ഒക്കെ തോന്നും ഓ എന്താ ഇത്. ചിലപ്പോൾ തോന്നും ആണായി ജനിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് തോന്നും ഗേൾ ആയിട്ട് ജനിച്ചത് ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് തോന്നും. സർ, ദൈവത്തിന് ഒരു ത്രില്ലിന് വേണ്ടിയിട്ടാണ് നമ്മളെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത് എന്നുൾപ്പെടെയുള്ള ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും ദൈവത്തിന് ഒരു ത്രില്ലിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത്? അങ്ങനെ ദൈവത്തിന് ത്രില്ലിനാണോ നമുക്ക് ത്രില്ലിനാണോ, നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ, ദൈവം എന്തിന് മനുഷ്യനെ ആണായി പെണ്ണായി സൃഷ്ടിച്ചു? നമ്മൾ സെക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കാണുകയുണ്ടായി. ദൈവം മനുഷ്യനെ ആണായിട്ട് പെണ്ണായിട്ട് സൃഷ്ടിച്ച് അവൻ്റെ ശരീരത്തിൽ മാസ്കുലിനിറ്റി ഫെമിനിറ്റി സ്റ്റാമ്പ് ചെയ്തു ഒരു പെർപ്പസോട് കൂടി. ആ പെർപ്പസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ വൈ ആണ്, വൈ ഹി ഡിഡ് സോ. അപ്പം ഞാൻ നമ്മുടെ തിയോളജി ദ ബോഡിയുടെ ഒരു ആദ്യ എപ്പിസോഡിൽ ഞാൻ പറയുണ്ടായി,
സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നവൻ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു വലിയ പ്രയാണത്തിൽ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അപ്പൊ ഈ അടുത്ത ചോദ്യം എന്നോട് എപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ദൈവം ആണാണോ പെണ്ണാണോ? അതവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്തിന്? വായ്? അതിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ ഒരു കോട്ട് കാണിക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിയോളജി ഓഫ് ദ ബോഡിയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: The body and it alone is capable of making visible what is invisible. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമേ അത് പ്രകടമാക്കാൻ പറ്റുകയുള്ളൂ സ്പിരിച്വലായിട്ടുള്ളത്, ഇൻവിസിബിളായിട്ടുള്ളത്. ദ ബോഡി, ഓൺലി ദ ബോഡി. അപ്പോഴേ നമ്മളിവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങളിപ്പം എന്നെ കാണുന്നു, ഇത് ഞാൻ ഉത്തരം പറയുന്നു, അങ്കിതയെ കാണുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കാണുന്നത്? ഓൺലി ത്രൂ ദ ബോഡി. നിങ്ങൾക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് സ്ക്രീനിലേക്ക് നോക്കുമ്പം കിട്ടുന്നത്? ഞങ്ങളുടെ കൈകൾ അനങ്ങുന്നു, കാലുകൾ അനങ്ങുന്നു, സംസാരിക്കുന്നു, ആക്ഷൻസ്, ഞങ്ങളുടെ ബോഡിയിലുള്ള പല ചലനങ്ങൾ, മൂവ്മെൻറ്റ്, ഞങ്ങളുടെ ഭാവങ്ങൾ, ഇതൊക്കെയല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ അത് എക്സ്പ്രസ് ചെയ്യുവാൻ ഓൺലി ത്രൂ ദ ബോഡി വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ദൈവം വലിയ ഒരു മിസ്റ്ററി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ മിസ്റ്ററി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതാണ് നമ്മൾ അതിൻ്റെ അവസാനം പിന്നെയും വായിക്കുന്നു. The mystery hidden from time immemorial. ലോകമുണ്ടായ കാലം മുതൽ അത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ദൈവത്തിൻ്റെ ഒരു സീക്രട്ട് അത് റിവീല് ചെയ്തു അതിൻ്റെ തക്ക സമയമായപ്പോൾ ക്രിസ്തുവിലൂടെ. പക്ഷേ ഇത് സ്ത്രീയും പുരുഷനുമായി ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിരുന്നു. അത് ക്രിസ്തുവിലൂടെ നമുക്ക് റിവീല് ചെയ്യപ്പെട്ടു. ഏറ്റവും വലിയ സത്യം ക്രിസ്തുവിലൂടെ നമുക്ക് റിവീൽ ചെയ്യപ്പെട്ട സത്യങ്ങളാണ് ഏറ്റവും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദൈവം തന്നെയായ ക്രിസ്തു മനുഷ്യൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരം പാപമൊഴികെ എല്ലാത്തിനും നമ്മളെപ്പോലെ ഒരുവനായി നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിൽ, ശരീരത്തിൻ്റെ ഭാഷയിൽ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു ഒരു വലിയ മിസ്റ്ററി, സീക്രട്ട്. സെന്റ് ജോൺ പോൾ II പറഞ്ഞു, ദാറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് സീക്രട്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് സീക്രട്ട് ഒളിച്ചു വെച്ചിരുന്നത് ക്രിസ്തുവിലൂടെ റിവീൽ ചെയ്യപ്പെട്ടു. അതെന്താണ്? നമുക്ക് അതൊന്നും കൂടെ നോക്കാം. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 221 ഖണ്ഡികയിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: സെന്റ് ജോൺ ഗോസ് even further and he affirms God is love. ദൈവം സ്നേഹമാണെന്ന് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു, അത് അഫേം ചെയ്തു. അപ്പൊ ദൈവത്തിൻ്റെ പേര് സ്നേഹമായിട്ട് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു. അത് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. അത് ക്രിസ്തുവിലൂടെ നമുക്ക് റിവീൽ ചെയ്യപ്പെട്ട സത്യങ്ങളാണ്. ദൈവം സ്നേഹമാണ്. പക്ഷെ ഇതെങ്ങനെയുള്ള സ്നേഹമാണ്? ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഒരു ഫാമിലിയാണ് ദൈവം. അപ്പം നമ്മളത് കൺഫ്യൂസ് ആകരുത്. നമുക്ക് ട്രിനിറ്റേറിയൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ 3 ദൈവങ്ങളല്ല, പക്ഷേ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് അവരൊരു ഫാമിലി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഗോഡ് ഈസ് ഓൾസോ എ പേഴ്സൺ. പക്ഷെ അതൊരു ഡിവൈൻ പേഴ്സൺ ആണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹ്യൂമൻ പേഴ്സൺ ആയിട്ട്. അതുകൊണ്ടല്ലേ വിശുദ്ധര് പറയുന്നത് നമ്മുടെ ഹ്യൂമാനിറ്റിയെ ഡിവിനൈസ് ചെയ്യാനാണ് അവിടുന്ന് മനുഷ്യന്റെ രൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നത്. എന്നിട്ട് നമ്മളെ ആ ദൈവവുമായിട്ട് ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ അവസാനം നമ്മൾ വായിക്കുന്നത്.
221 ഖണ്ഡികയിൽ. അതായത് ഈ മിസ്റ്ററി എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അനന്ത സ്നേഹം, ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് ആണ്. അപ്പം നമുക്ക് അനന്ത സ്നേഹം, ഇൻഫിനിറ്റ് ലവ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. സ്നേഹത്തിൻ്റെ വലിയ തിരമാലയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവിൽ നിന്ന് അനന്തമായ സ്നേഹം പുത്രനിലേക്ക് വരുന്നു. പുത്രന് ഇതെല്ലാം അനന്തതയിൽ സംഭവിക്കുന്ന, ഇൻഫിനിറ്റിൽ നമ്മുടെ കൊച്ചു മനസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. പിതാവിൽ നിന്ന് അനന്തമായ സ്നേഹം പുത്രനിലേക്ക് ഒഴുകുന്നു. ആ സ്നേഹം പുത്രൻ സ്വയം സ്വീകരിക്കുന്നു. തനിക്ക് വേണ്ടി ഒന്നും പിടിച്ചു വെക്കാതെ ആ സ്നേഹം വീണ്ടും പിതാവിങ്കിലേക്ക് കൊടുക്കുന്നു. ഈ ഇറ്റേണൽ എക്സ്ചേഞ്ചിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതാ ദ തേർഡ് പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി, പരിശുദ്ധാത്മാവ്. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും എക്സ്ചേഞ്ചിൻ്റെ ഇൻഫിനിറ്റ് ആയിട്ട്, അതൊരു ക്രിയേറ്റഡ് വേർഷൻ അല്ല, ഇൻഫിനിറ്റ്. അത് ക്രിയേറ്റഡ് അല്ല പരിശുദ്ധാത്മാവ്. കാരണം ഈ പിതാവും പുത്രൻ്റെയും സ്നേഹത്തിൻ്റെ എക്സ്ചേഞ്ച് അനന്തമായി നടക്കുന്നതാണ്. അപ്പോൾ അനന്തതയിൽ ദ തേർഡ് പേഴ്സൺ കംസ്. അതുകൊണ്ടാണ് വിശുദ്ധരും പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഒക്കെ പറഞ്ഞത്, ഗോഡ് ഈസ് എ ഫാമിലി. ഈ ഗോഡ് ഈസ് എ പേഴ്സൺ, എ ഡിവൈൻ പേഴ്സൺ, എ ഫാമിലി. എന്താണ് അവർ ചെയ്യുന്നത്? ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ്. ഇതാണ് മതബോധന ഗ്രന്ഥം 221 ഖണ്ഡിക നമ്മളൊക്കെ മനസ്സിലാക്കി തരുന്നത്. ഇത് സെന്റ് ജോൺ പോൾ II ശരിക്കും എടുത്ത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ അനന്തമായ ഈ സ്നേഹത്തിൻ്റെ ഒഴുക്കിലേക്ക് നമ്മൾ ഓരോരുത്തരും ആകർഷിക്കപ്പെടണമെന്നും നമ്മുടെ ഡെസ്റ്റിനി അതാണ്, അതിലേക്കാണ് നമ്മുടെ യാത്ര എന്നും സഭ നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്ര എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാ. തീർത്ഥയാത്രയിൽ നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുകയില്ല. നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ വേണ്ടതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് അനന്തതയിലേക്ക്. അനന്തമായ സ്നേഹം, ഒരിക്കലും വറ്റിപ്പോകാത്ത ആ സ്നേഹത്തിൻ്റെ ഉറവയിൽ നമ്മളങ്ങ് ചെന്ന് ചേരുകയാണ്. അതാണ് ബൈബിളിൻ്റെ അവസാനം കാണുന്ന നമ്മൾ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള വിവാഹ വിരുന്നും. അങ്ങനെ ക്രിസ്തുവാകുന്ന സ്വർഗീയ മണവാളനിൽ നമ്മളങ്ങ് ചെന്ന് ചേരുന്ന ഒരവസ്ഥ. അപ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ വലിയ രഹസ്യം ആദത്തിനെ അവ്വയും സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ ഇത് സ്റ്റാമ്പ് ചെയ്തിരുന്നു. പാപം അതിനെ ഡിസ്റ്റോർട്ട് ചെയ്തു. പക്ഷെ വീണ്ടും അതിനെ ഈശോ വന്ന് തൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെ വീണ്ടെടുത്ത് വീണ്ടും അതിൻ്റെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി നമ്മളെ തിരിച്ച് അവിടേക്ക് കൊണ്ടുപോകാനാണ് ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങളും, നമ്മുടെ സുവിശേഷ പ്രഘോഷണമാകട്ടെ, സഭയുടെ പ്രവർത്തനങ്ങളാകട്ടെ. സഭ അതിനുള്ള ഒരു മാധ്യമം മാത്രമാണ്. അതുകൊണ്ടാണ് സഭയെക്കുറിച്ചും നമ്മുടെ ഇടവകളെക്കുറിച്ചും ഒക്കെ പറയുന്നത്, ഇറ്റ് ഈസ് എ സെയിൻറ്റ് മേക്കിംഗ് മിഷൻ, നത്തിങ് മോർ ദാൻ ദാറ്റ്. അതിലപ്പുറം ഒന്നുമില്ല. അപ്പൊ ഈ രഹസ്യം എവിടെയായിരുന്നു ഒളിച്ചു വെച്ചിരുന്നത്? അത് റിവീൽ ചെയ്തിട്ട് ഇതിപ്പോ എവിടെയാ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നത്? ഈ സ്ത്രീ എന്ന വ്യക്തിയില്, പുരുഷൻ എന്ന വ്യക്തിയില്. അത് മനസ്സിലായില്ല. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പൊ എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോൾ, ഞാനത് കണ്ടിന്യൂ ചെയ്ത് പറയുകയാണെങ്കിൽ, അപ്പൊ ഈ ട്രിനിറ്റേറിയൻ ലവ്, ഒരു ഫാമിലി ലവ്, ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് ബിറ്റ്വീൻ ഈച്ച് അതർ. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചത് എന്തിനാണ്? ഈ ഭൂമിയിൽ അതിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാകണം.
കാരണം സൃഷ്ടിയുടെ ക്രൗണായിട്ടാണ് ദൈവം നമ്മളെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയെ പോലെ അല്ല. വേറെ ഒന്നിനെയും ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് നമ്മളെങ്ങും വായിക്കുന്നില്ല. പക്ഷേ എങ്കിൽ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ സ്ത്രീയും പുരുഷനും ക്രൗണായിട്ട്, സൃഷ്ടിയുടെ ക്രൗണായിട്ട് സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിയെ മുഴുവനും അവൻ്റെ കസ്റ്റഡിയിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ ദ ഫേസ്റ്റ് മാരേജ് ടുക്ക് പ്ലേസ്. ദൈവം തന്നെ ആ മാരേജ് ആശീർവദിച്ചിട്ട് നിങ്ങൾ പോവുക, ഗോ ആൻഡ് ടേക്ക് കൺട്രോൾ ഓഫ് എവറിത്തിങ്. എന്നിട്ട് നിങ്ങൾ മക്കളെ, ഈ ലോകത്തെ നിങ്ങളാണ് ഇനി സസ്റ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പം ഈ ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് പവർ ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിലൂടെ അവിടെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുക, ദ ക്രിയേറ്റീവ് പവർ. അപ്പം നമ്മുടെ സെക്ഷുവാലിറ്റിക്ക് മീനിങ് വരുന്ന അതുകൊണ്ടാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി, ഈ അനാലജി ഇസ് നോട്ട് എ പെർഫെക്റ്റ് അനാലജി. ട്രിനിറ്റേറിയൻ ദൈവത്തെ മനസ്സിലാക്കാൻ കുടുംബത്തെ നമുക്ക് അനാലജിയായിട്ട് ഉപയോഗിക്കുന്നതിന് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് he said this is the best possible way we can understand human family. കാരണം ഈ രഹസ്യം, ഈ ട്രിനിറ്റേറിയൻ ദൈവത്തെ ഈശോയാണ് വെളിപ്പെടുത്തിയത്. ഈശോയിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കി തന്നു. ഈ ഒരു രഹസ്യം നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് ലീഗായിലൂടെ നമ്മൾ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ വൺ ഫ്ലഷ് യൂണിയൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ട്രിനിറ്റേറിയൻ ലവ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, വീണ്ടും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ സെക്ഷൽ യൂണിയൻ മനസ്സിലാക്കണമെങ്കിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാകണം. അപ്പൊ ഇതാണ് ഞാൻ ട്രിനിറ്റേറിയൻ ദൈവത്തിൽ നടക്കുന്ന ആ അതേ പ്രക്രിയ നമ്മുടെ എർത്തിലെ ഫാമിലിയിൽ നടക്കുന്നു. ഈ ട്രിനിറ്റേറിയൻ ദൈവത്തിൽ നടക്കുന്ന അതേ പ്രക്രിയ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നു. രണ്ടുപേരും വിവാഹിതരായി വിവാഹമെന്ന കൂദാശയിലൂടെ അല്ലെ വിവാഹത്തിലൂടെ ഇവര് രണ്ടുപേരും ഒന്നായി തീരുന്നു. വൺ ഫ്ലഷ് യൂണിയൻ. ആ വൺ ഫ്ലഷ് യൂണിയനിൽ there is someone who is giving, someone who is receiving. പിതാവായ ദൈവം കൊടുക്കുന്നു, പുത്രനായ ദൈവം സ്വീകരിക്കുന്നു, വീണ്ടും കൊടുക്കുന്നു, വീണ്ടും സ്വീകരിക്കുന്നു. ഈ എക്സ്ചേഞ്ചില് പരിശുദ്ധാത്മാവായ ദൈവം അനന്തതയില് അവിടെ ഉണ്ട്, ഈ എക്സ്ചേഞ്ചിന്റെ ഫലമായിട്ട്. അപ്പൊ ഇവിടെയും ഈ റിപ്ലിക്കയാണ് ഫാമിലിയിൽ സംഭവിക്കേണ്ടത്. റിപ്ലിക്ക എന്താണ്? പുരുഷൻ, ദ മാസ്കുലിനിറ്റി ഈസ് ദ ഗിവർ. അവന്റെ ശരീരവും അവന്റെ ജെനിറ്റൽസും അവന്റെ ശരീരഘടനകള്, പുരുഷന്മാരുടെ ശരീരഘടന നോക്കുമ്പോൾ ഹീസ് ദ ഗിവർ, ദ ഫാദർലി ഗിവർ, ഹീ ഈസ് ദ ഗിവർ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് ദ റിസീവർ. ഒരു സ്ത്രീയുടെ ശരീരം, അതുകൊണ്ടാണ് ശരീരത്തെ വലിയ രഹസ്യം സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ കാര്യമായി നമ്മൾ കാണണമെന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് എ റിസീവർ. അപ്പൊ സ്നേഹത്തിന്റെ ഒരുമയില് they become one. One is giving, the other one is receiving. Again, giving back, giving, receiving, giving, receiving. And if it is open to life, there is a possibility of a third person. ഞാൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞത് എല്ലാ സെക്ഷൽ യൂണിയനിലും that should not be ending up in the procreation of another. But that is very important. It has to be open to life. അതാണ് ലവ് ആൻഡ് ലൈഫ് എന്ന് സഭ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ ഈ പ്രൊക്രിയേഷൻ ആൻഡ് യൂണിറ്റീവ് ആസ്പെക്ട് വിവാഹത്തിലൂടെ അവർ ഒന്നായി തീരുമ്പോഴേ there is a possibility a third person comes, the family starts there. അപ്പൊ ഈ ഒരു റിപ്ലിക്ക ഓഫ് ദ ഹെവൻലി ട്രിനിറ്റേറിയൻ
ഗോഡിൻ്റെ റിപ്ലിക്ക ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കി. എന്തിനാ നമ്മൾ മനസ്സിലാക്കുന്നത്? വീണ്ടും അവിടേക്ക് പോകാൻ. ഇത് നമ്മുടെ തീർത്ഥയാത്രയാണ്. നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പെർമനന്റ് പ്ലേസ് ആണ്, ലോകത്തിൽ നമുക്ക് നേടാവുന്ന ഒക്കെ നേടണം. അതൊക്കെ ദൈവം തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ രീതിയിൽ നമുക്ക് നേടാവുന്ന ഒക്കെ നേടണം. നമ്മുടെ ടാലന്റുകൾ നമ്മൾ ഉപയോഗിക്കണം, അത് വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ ഇതെല്ലാം കടന്നു പോകും. ദർ ഈസ് സംതിങ് വിച്ച് ഈസ് പെർമനന്റ്. ആ അപ്പച്ചൻ്റെ, ആ പിതാവായ ദൈവത്തിൻ്റെ, ആ യേശുവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ അനന്തതയിൽ നമ്മൾ ചെന്ന് ലയിക്കണം. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് യേശു ക്രിസ്തു മനുഷ്യന്റെ രൂപമെടുത്ത് നമ്മളിലേക്ക് വന്ന് തകർന്നുപോയ നമ്മുടെ വ്യക്തിത്വത്തെയും തകർന്നുപോയ നമ്മുടെ ലക്ഷ്യങ്ങളെയും തകർന്നുപോയ നമ്മുടെ ശരീരത്തെയും സെക്ഷുവാലിറ്റിയും എല്ലാം വീണ്ടെടുക്കുവാനായിട്ട് യേശു ക്രിസ്തു വന്ന് നമുക്ക് പൂർണ്ണമായ ലിബറേഷൻ നമുക്ക് തന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്കിതയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരമായിട്ട് ഞാൻ പ്രേക്ഷകരോടും കൂടെ പറയുകയാണ്. ദൈവം നമ്മളെ ആണായി പെണ്ണായി സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഇതാണ് വലിയ രഹസ്യം. ടു ക്രിയേറ്റ് എ റിപ്ലിക്ക. ഈ സ്വർഗീയ രഹസ്യത്തിൻ്റെ ഒരു പ്രതിഫലനം നമുക്കിവിടെ ഉണ്ടാക്കണം, ഒരു റിപ്ലിക്ക ഉണ്ടാക്കണം. അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പർപ്പസിന് എതിരാണ്, നമ്മുടെ പർപ്പസിന് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ദൈവം നമുക്ക് വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത്, ആണ് പെണ്ണ് എന്ന് പറഞ്ഞ്? എന്തിനാണ് നമുക്ക് വികാരങ്ങൾ തന്നിരിക്കുന്നത്? എന്തിനാണ് നമുക്ക് സെക്ഷൽ ഏർജും, നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടു, സെക്ഷൽ ഏർജ്, സെന്റിമെന്റാലിറ്റി, ഇതെല്ലാം തന്നിരിക്കുന്നത് എന്തിനാണ്? ടു ലവ്, ടു ലവ്. ദ യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ എന്ന് പറയും. അവിടെ അത് ട്രിനിറ്റേറിയൻ ദൈവത്തിൽ നടക്കുന്ന അത് തന്നെ ഇവിടെയും ഭൂമിയിൽ നടക്കണം. അങ്ങനെ ആ സ്നേഹത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് ആ സ്നേഹത്തിൽ നമ്മൾ ചെന്ന് ചേരണം. ദാറ്റ് ഈസ് ദ ഡെസ്റ്റിനി. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവും, ഒരു പെർപ്പസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒഴുക്കിന് എതിരെ നീന്താൻ തുടങ്ങും. സെക്യുലർ കൾച്ചർ നമ്മളോട് പറയുന്നു, യുവർ ബോഡി, യുവർ സെക്സ്, whatever you want, you have freedom, do whatever you want with whomever you want. If somebody is interfering, that is none of their business. സഭയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, കാറ്റഗിസം ടീച്ചേഴ്സ് ആകട്ടെ, അവർക്കൊന്നും നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കൾച്ചർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വി ആർ ക്രിയേറ്റഡ് ഫോർ ലവ്. വി ആർ ക്രിയേറ്റഡ്, ഏതെങ്കിലും ഓർഡിനറി സ്നേഹമല്ല, സ്നേഹത്തിൻ്റെ പുറംചട്ട ധരിച്ചുകൊണ്ട് വരുന്ന പലതരത്തിലുള്ള സ്നേഹമല്ല. ദ റിയൽ ലവ്, ദ സെൽഫ് എംപ്റ്റിയിങ് ലവ്. അത് വിവാഹത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി അവർ കമ്മിറ്റ്മെൻ്റ് എടുത്ത് ആ ഒരു കവനൻ്റ് ലവിൽ മാത്രമേ ആ ഒരു സിൻസിയറിറ്റിയും സെൽഫ് എംപ്റ്റിയിങ് ലവും സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. സാർ അപ്പൊ പറഞ്ഞു വന്നത് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചത് വെറുതെ ഒരു ത്രില്ലിന് വേണ്ടിയിട്ടല്ല. പക്ഷെ ദൈവത്തിന്റെ ആ ഒരു ട്രിനിറ്റിയിൽ നടക്കുന്ന ആ ഒരു സ്നേഹം അത് ഭൂമിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനാണ്. അതായത് വിവാഹത്തിലൂടെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നായി അവരെ പരസ്പരം അവരെ തന്നെ സമർപ്പിച്ച് സ്നേഹിക്കുമ്പോൾ പിതാവ് തന്നെ തന്നെ സമർപ്പിച്ച് പുത്രന് കൊടുത്തതുപോലെ, പുത്രൻ സ്വയം ഇല്ലാതായി പിതാവിന് കൊടുത്തതുപോലെ, ആ ഒരു ഇറ്റേണൽ എക്സ്ചേഞ്ച് ഭൂമിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ഓരോ മാരിറ്റൽ യൂണിയൻ എന്ന് പറയുന്നത്. ഓരോ മാരിറ്റൽ യൂണിയനും, അതായത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇത് വിവാഹത്തിലൂടെയാണ് അതിൻ്റെ ആ കറക്റ്റ് പർപ്പസ് സംഭവിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അല്ലാതെ. പിന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഈ ചോദ്യം അങ്കിത ചോദിച്ചുകൊണ്ട്, എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത് ആണിനെയും പെണ്ണിനെയും അങ്ങ് വിടാൻ ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തിനാ എന്തെങ്കിലും കാര്യം? ഗോഡ് ഈസ് ഇൻഫിനിറ്റ്. ഗോഡിന് എന്തെങ്കിലും നീഡുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് നീഡാണ് ദൈവത്തിനുള്ളത്? ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ച്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുക. സ്നേഹം ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഈ സ്നേഹം എങ്ങോട്ടെങ്കിലും ഒഴുക്കണ്ടേ?
പ്രപഞ്ചത്തിലേക്ക് ഒഴുക്കി. പക്ഷേങ്കില് ആ പ്രപഞ്ചം എൻ്റെ സാദൃശ്യത്തിലും ഛായയിലും അല്ല എന്ന് ദൈവം കണ്ടു. കാരണം ദൈവത്തിന്റെ എല്ലാ ഫാക്കൽറ്റീസും എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ഇൻഫിനിറ്റ് ഫാക്കൽറ്റീസ്. നമുക്ക് എല്ലാ ആ ഫാക്കൽറ്റിയുടെ ഫൈനൈറ്റ് ഫോമില് ദൈവം നമുക്ക് തന്നു. അത് നമുക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. ദ ഫ്രീ വിൽ, ഡിറ്റർമിനേഷൻ പവർ, ഫ്രീഡം ടു ചൂസ്. ഇത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതെന്തിനാ നമുക്കിതെല്ലാം തന്ന് നമ്മളെ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് ആദത്തിനെ എല്ലാം ഇതൊക്കെ എന്തിനാ ചെയ്തത്? ദർ ഇസ് ഓൺലി വൺ റീസൺ. ഹി wants to show his love to us. He wants us to love him not because he has some needs. ദൈവത്തിന് നീഡ് ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് നീഡുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ദൈവവുമായി ഒന്നായി ഇരിക്കുന്ന ആ അവസരം അതൊരു സ്വർഗീയ നിമിഷമാണ്. നമ്മൾ ഇന്നും നമ്മുടെ അഡോറേഷനിൽ അല്ലെങ്കിൽ കാതലിക്സ് ആയിട്ടുള്ളവർ നമ്മുടെ സാക്രമെന്റിലൊക്കെ ദൈവവുമായി ഒന്നായി തീർന്ന് നല്ലൊരു ഓപ്പൺ കുമ്പസാരം നടത്തി ആ സാക്രമെന്റിന്റെ ആ ഒരു സുഖത്തിലിരിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. നമ്മുടെ കോൺഫറൻസുകളിൽ, റിട്രീറ്റുകളിൽ നല്ല വലിയ തുറന്ന കുമ്പസാരമായിരിക്കും. ആ സമയങ്ങളിൽ അവർ പറയുന്ന ടെസ്റ്റ് മണിയിൽ കുമ്പസാരത്തെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം അതൊരു പ്രത്യേക സുഖമാണ്, ഇതുവരെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു സുഖം. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരേ ഒരു റീസൺ, ഹി വാണ്ട്സ് ഓൾ ഓഫ് us. ദൈവം നമ്മളെ എല്ലാവരെയും ആ സ്നേഹത്തിൽ അങ്ങ് മുക്കി കുളിപ്പിച്ച് ജീവിപ്പിച്ച് അവസാനം നിത്യതയിൽ ആ സ്നേഹത്തിൽ ഒരുമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ. അല്ല ദൈവത്തിന് സ്തുതിപാഠകർ വേണമെന്നോ, ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്കാണ് ബെനിഫിറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. വിവാഹം എന്ന് പറയുന്ന അപ്പോൾ സ്ത്രീയും പുരുഷനും അവര് വിവാഹത്തിലൂടെ ഒന്നായി ചേർന്ന് അവര് ദേ ബിക്കം വൺ ഫ്ലഷ് യൂണിയൻ. ദേ ആർ റിപ്ലിക്കേറ്റിംഗ് ദ ട്രിനിറ്റേറിയൻ ഗാഡ്. അപ്പോഴ് ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ബന്ധത്തില് ദൈവം അവിടെയും ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ല. ദർ ഇസ് എ പ്ലഷർ ഇൻ ഇറ്റ്. അതിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, വിവാഹമെന്ന് പറയുന്നത് ഒരു ഐക്കണാണ്, ചൂണ്ടുപലകയാണ് ഈ ലോകത്തില് വിവാഹം. അപ്പം നമ്മുടെ ബൈബിൾ ആരംഭിക്കുന്നത് വിവാഹത്തിലാണ്, അവസാനിക്കുന്നതും വിവാഹം. വൺ ഈസ് ആൻ എർത്ത് മാരേജ്, ദി അതർ വൺ ഈസ് ദ ഹെവൻലി മാരേജ്. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി. അവിടെ നിന്ന് നമ്മൾ ഇറ്റേണൽ എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനാ നമ്മൾ സ്വർഗമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് പറഞ്ഞ് സഭയിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് തന്നിരിക്കുന്നത്, അതിനുള്ള എല്ലാ മാർഗങ്ങളും. വി ആർ മോസ്റ്റ് ലക്കിയസ്റ്റ് പീപ്പിൾ, ഫോർച്ചുനേറ്റ് പീപ്പിൾ എന്ന് ഞാൻ പറയും, കാത്തലിക്സ് എസ്പെഷ്യലി. കാരണം നമുക്ക് സഭയിൽ അത്രയും റിച്ച്നെസ് തന്നിട്ടുണ്ട്. അത്രയും നമ്മുടെ സാക്രമെന്റ്സും സഭയിൽ തന്നിരിക്കുന്ന റിച്ച്നെസ് നമ്മൾ എത്രത്തോളം തകർന്നു പോയാലും ബ്രോക്കൺ ആയാലും ഈ ലോകത്തിലുള്ള സകല തിന്മകളും ചെയ്താലും വീണ്ടും രണ്ട് കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കുവാനും അത് അനുഭവിക്കുവാനുമുള്ള മാർഗങ്ങൾ നമുക്ക് സഭയിലുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ റിച്ച്നെസ്. എന്തെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞാലും സംഭവിച്ചാലും ദാറ്റ് വി ക്യാൻ നെവർ സേ ഓ ദർ ഈസ് സംതിങ് റോങ്. നോ, അത്ര റിച്ച്നെസ് ആണുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴ് ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലകയാണ്. അതാ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. ഈ ചൂണ്ടുപലക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളെ ഈ ലോകത്തിൽ ഒരു പോയിന്റർ, നമുക്ക് ഓരോ വഴിത്തിരിവിലും നമ്മൾ സൈൻ ബോർഡ് വെക്കാറില്ലേ? ഇത്ര കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ എറണാകുളം നമുക്ക് പലയിടത്തും കാണാം. എന്ന് പറഞ്ഞതുപോലെ ഒരു സൈൻ ബോർഡാണ് ഈ സൈൻ ബോർഡിൽ. അപ്പോൾ ഈ വൺ ഫ്ലഷ് യൂണിയനിൽ അതിൻ്റെതായ ഒരു ടേണൽ എക്സ്റ്റസിയുടെ ഒരു ചെറിയ എക്സ്റ്റസി നമുക്ക് കിട്ടുന്നുണ്ട്. അത് നാച്ചുറലായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വൺ ഫ്ലഷ് യൂണിയനും വിവാഹവും ഒക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മൾ സെക്യുലർ കൾച്ചറിന്റെ ലെവലിലേക്ക് നമ്മൾ അങ്ങ് പോവുകയാണ്. ശരിക്കും ദൈവത്തിന്റെ ആ ഒരു ട്രിനിറ്റേറിയൻ നേച്ചർ തന്നെ ദൈവത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് വന്നതായിരിക്കും അല്ലെ? കാരണം ഷെയർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ദൈവം തന്നെ 3 persons ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 1 God 3 persons. അതിന്റെ ഒരു റെപ്ലിക്ക ആയിട്ട് ഫാമിലി ലൈഫ്, ലോകം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം
ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ജസ്റ്റ് അതിന്റെ ആ ഒരു ഫുൾ മജസ്റ്റി നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ, ഒരു ചെറിയൊരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം കണ്ടെത്തിയിരിക്കുന്ന പ്ലാൻ, എനിക്ക് തോന്നുന്നു ഈസ്റ്റേൺ ഫാദേഴ്സ് പറയുന്ന തിയോസിസ് ആണ്, ദൈവത്തിലേക്ക് ചെന്ന് ചേരുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും നമ്മളെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ തീരാനല്ല, നമുക്ക് അവിടെ ചെന്ന് പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന് ആ ഒരു യൂണിയനിലേക്ക്. ആ യൂണിയൻ എന്ന് പറയുന്നത് സാധാരണ യൂണിയൻ ഒന്നും അല്ല. പൗലോസ്ലിയ പറഞ്ഞു, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. എനിക്ക് ഇമാജിൻ ചെയ്യാം, എന്റെ ബുദ്ധിയിൽ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത വലിയ എറ്റേണൽ എക്സ്ചേഞ്ചിലേക്ക് അങ്ങ് വീഴുകയാണ്. ആ ഒഴുക്കിലേക്ക് നമ്മളങ്ങ് വീഴുകയാണ്. അവിടെ പിന്നെ ഒന്നുമില്ല, നിത്യതയാണ്. പിന്നെ ആ സ്നേഹത്തിന്റെ നിത്യതയാണ്. ഇത് ഒരു മനുഷ്യനായിരിക്കുന്ന നമുക്ക്, അതുകൊണ്ടാണ് നമ്മുടെ ശരീരം മരണത്തോടുകൂടി തീരുന്നില്ല എന്ന് സഭ പഠിപ്പിക്കുന്നത്. നമുക്ക് ഉത്ഥാനമുണ്ട്. നമ്മളെല്ലാവരും ബോഡി പേഴ്സണായിട്ടാണ് അവസാന ദിവസം ഉയർത്തെഴുന്നേറ്റ് ഈ നിത്യതയിൽ എന്നും എന്നും അവിടെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയും അതിനെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ആണായിരിക്കുന്ന ആണിനെ പെണ്ണാക്കി മാറ്റുകയും നമുക്ക് കാണുന്ന ഒത്തിരി ഒത്തിരി കൾച്ചറൽ ഇൻഫ്ലുവൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾ ദൈവത്തെ ചലഞ്ച് ചെയ്യുന്നതാണ്. നമ്മൾ ദൈവത്തിനെ ചലഞ്ച് ചെയ്ത് നമ്മൾ ക്രിയേറ്ററിന്റെ സ്ഥാനം എടുക്കുന്നതാണ്. അതാണ് ഈ ജെൻഡർ ഐഡിയോളജിയുടെയൊക്കെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ചിന്തിക്കുക, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ടു ബി എ മെയിൽ ഓർ ടു ബി എ ഫീമെയിൽ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അതിന് ദൈവത്തിൻ്റെ വലിയ പർപ്പസ് ഉണ്ട്, ദൈവത്തിൻ്റെ വലിയ രഹസ്യമുണ്ട്. വത്തിക്കാൻ കൗൺസിലിൻ്റെ മറ്റ് പ്രമാണ രേഖകളിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, പല രേഖകളിലും പറയുന്നുണ്ട്, ഫാമിലി ഈസ് എ സ്മോൾ യൂണിറ്റ് ഓഫ് ഹെവൻ. ഇത് മനസ്സിലാക്കിയിട്ടാണ് പിതാക്കന്മാർ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു കൊച്ചു സ്വർഗം ഉണ്ടാക്കുവാൻ വേണ്ടി ഭാര്യയും ഭർത്താവുമായിട്ട് വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനെ ഒന്നിപ്പിച്ച് വൺ ഫ്ലഷ് യൂണിയൻ, അവർ ഒന്നായി തീർന്ന് സ്നേഹം കൊടുത്തും വാങ്ങിച്ചും സ്നേഹം കൊടുത്തും വാങ്ങിച്ചും, ഇതാ പോസിബിലിറ്റി ഓഫ് എ ന്യൂ പേഴ്സൺ ഇൻ ദ ഫാമിലി. ആൻഡ് ദെൻ ഒരു കൊച്ചു സ്വർഗമായി ആ കുഞ്ഞുങ്ങളെ വളർത്തി ആ ഫാമിലിയെ ബിൽഡപ്പ് ചെയ്ത് സഭയുമായി ചേർന്നുകൊണ്ട് വീണ്ടും നമ്മൾ വലിയ കുടുംബത്തിലേക്ക് നടന്നു നീങ്ങുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ മനോഹരമല്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം ഐ ഫീൽ വെരി പ്രൗഡ്. ദൈവത്തിൻ്റെ ഈ അനന്തമായ പ്ലാൻ നമുക്ക് മനസ്സിലാകാതിരിക്കുന്നതാണ് നമ്മുടെ അജ്ഞതയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഫൗണ്ടേഷണൽ റീസൺ. നമ്മള് പല വിശുദ്ധരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ദ വേൾഡ് ഇസ് ദൈ ഷിപ്പ് നോട്ട് ദൈ ഡെസ്റ്റിനേഷൻ. നമ്മളൊരു യാത്രയിലാണ്. ഇപ്പൊ നമ്മൾ ഈ തിയോളജി ഓഫ് ദ ബോഡിയെ കുറിച്ച് പഠിക്കുന്നത് ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. എവിടേക്കുള്ളത്? സ്വർഗത്തിലേക്കുള്ളത്, തിയോസിസിലേക്കുള്ളത്, ദൈവവുമായിട്ട് ഒന്നിച്ചു ചേരാനുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം നമ്മുടെ ഈ ലൈഫ് ഇവിടെ തീരാനുള്ളതല്ല. നമുക്കിത് ഒരുപാട് ഫുൾഫില്ലിംഗ് ആയിട്ട് ജീവിക്കേണ്ട ഒരു ലൈഫാണ്, സ്വർഗത്തിൽ എത്തേണ്ട ഒരു ലൈഫാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, അറിയണം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സാധിക്കുന്നിടത്തോളം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച്.